മുഖ്യമന്ത്രി രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടി നൽകുന്നു പി.വി. അൻവർ എം.എൽ.എ. താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ വിശ്വസ്തർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് പി.വി. അൻവറിൻ്റെ ആരോപണം. പോലീസിലെ ചിലരെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്നും തെളിവുകൾ പുറത്തുവിടാതെ രക്ഷയില്ലെന്നും പി.വി. അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോഴൊരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി പി.വി. അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം അല്പസമയത്തിനകം തന്നെ നമുക്ക് പരിശോധിക്കാം. പുഴുക്കുത്തുകൾക്കെതിരെ പോരാട്ടം തുടരും എന്നാണ് പി.വി. അൻവർ പറയുന്നത്. SP സുജിദാസിൻ്റെ ഫോൺ റെക്കോർഡ് ചെയ്തത് തെറ്റാണ്, എന്നാൽ റെക്കോർഡ് പുറത്തുവിട്ടത് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് എന്നും SP-യുടേത് പടച്ചവൻ തന്ന ഫോൺ കോളാണെന്നും പി.വി. അൻവർ പറയുന്നു. തെറ്റിദ്ധാരണ മാറുമ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നോടുള്ള നിലപാട് മാറും. സ്വർണ്ണക്കടത്ത് കേസിലും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് പോലീസല്ല, കേസുകൾ കസ്റ്റംസിന് കൈമാറുകയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പി.വി. അൻവർ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്നില്ല എന്ന് ഇടയ്ക്കിടെ പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾക്ക് കൃത്യമായ മറുപടി, എണ്ണിയുള്ള മറുപടി പി.വി. അൻവറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. രാവിലെ മുഖ്യമന്ത്രി നടത്തിയൊരു പരാമർശം, കോൺഗ്രസ് പണ്ട് പി.വി. അൻവർ കോൺഗ്രസ് ആയിരുന്നു, പി.വി. അൻവറിൻ്റെ രാഷ്ട്രീയ വഴി സൂചിപ്പിച്ചുകൊണ്ടുള്ള പരാമർശം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. അതിന് താൻ മാത്രമല്ല EMSഉം പണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള മറുപടിയാണ് പി.വി. അൻവർ നൽകുന്നത്. എന്തായാലും വിശ്വസ്തരെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിന് പിന്നാലെ താൻ പിന്നോട്ടില്ല, പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി.വി. അൻവറിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം അവസാനിച്ചത്.